CPI കൃഷ്ണപുരം നോർത്ത് ലോക്കൽ കമ്മിറ്റി ധർണ നടത്തി. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം ചന്തയിലായിരുന്നു പ്രതിഷേധം. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് CPIയുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം കുറ്റിപ്പുറം ചന്ത ജംഗ്ഷനിൽ ധർണ സംഘടിപ്പിച്ചു. കൃഷ്ണപുരം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. എണ്ണവില വർദ്ധിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം എണ്ണ കമ്പനികളുടെയും നീക്കം ഇപ്പൊ യുദ്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പോലും വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ട് രാജ്യത്തെ സാധാരണക്കാരെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, എണ്ണവില വർദ്ധിപ്പിക്കുന്നതിന് റെഗുലേറ്ററി കമ്മീഷനെ നിശ്ചയിച്ചുകൊണ്ട് സർക്കാരിന് അതിൽ ഇടപെടാൻ പറ്റാത്ത രീതിയിൽ കുത്തക എണ്ണ കമ്പനികൾക്ക് വില വർദ്ധിപ്പിക്കുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇന്ധനത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2022 ഇതേ തന്ത്രം തന്നെയാണ് കേന്ദ്രം ആവിഷ്കരിച്ചതെന്ന് നമുക്കറിയാം. റഷ്യയും ഉക്രൈനുമായിട്ട് ഉണ്ടായ യുദ്ധത്തിന്റെ ഭാഗമായി അന്നും ഇതേ കാരണം പറഞ്ഞ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് മാസം 2022 മാർച്ച് മാസം മുതൽ ഏപ്രിൽ 14 വരെ 20 പ്രാവശ്യമാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞത് ഇവർക്കെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അതിന്റെ ഭാരം അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് അതിൽ നിന്ന് ഒളിച്ചോടുക മാത്രമല്ല ചെയ്യുന്നത്, ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസക്കാലമായി യാതൊരു തരത്തിലുള്ള വർധനവുമില്ലായിരുന്നു. 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയും സ്വീകരിച്ചില്ല. M ശ്യാം സ്വാഗതം പറഞ്ഞു. ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി S ആദർശ, TK ബിജു, N സോമലത, സ്വപ്ന മോഹൻ, രാജേന്ദ്രൻ, വിപിൻ ദാസ്, സുരജ, മോഹൻ, ആകാശ് ഉണ്ണിത്താൻ, ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.